മസിലുള്ള ചെക്കന്മാരെയാണോ മസിലില്ലാത്ത ചെക്കന്മാരെയാണോ ഇഷ്ടം? ചെക്കന്മാരെയാണ് ഇഷ്ടം. മസിലുള്ള ചെക്കന്മാരെയാണോ? ചെക്കന്മാരെ ഇഷ്ടമാണ് ആരായാലും മസിൽ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? മസിൽ ഉണ്ടായാലും കുഴപ്പമില്ല, എന്നാലും മസിലില്ലെങ്കിലും ഈ കുഴപ്പമില്ല. പറഞ്ഞ പോലെ ഇപ്പം ഐ നോ യു ആർ കറന്റ്ലി നോട്ട് ഇൻ ലൈക്ക് ഭയങ്കര സിനിമ പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ റിലേഷൻഷിപ്പ് തോട്ട്സ് ഒന്നും തന്നെ മൈമയുടെ മനസ്സിലില്ല. എന്നാലും അങ്ങനെ ഒരു തോട്ട് വരുന്ന ഒരു സമയം എങ്ങനെ? ഞാൻ മസിലൊന്നും നോക്കില്ല കേട്ടോ. നോക്കത്തില്ല. മസിൽ വെച്ചിട്ട് ഇപ്പൊ നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞല്ല. മസിലുള്ള ഞാൻ മാത്രമാണ്, എത്രയോ പേരുണ്ട് അവന് മസിലുണ്ട്. അതെ, മസിൽ ഒരു ജഡ്ജിങ് ക്രൈറ്റീരിയ അല്ല. ഈ മസിൽ എന്ന് പറയുമ്പോൾ ഞാൻ എന്നോട് നോക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. മസിൽ അളിയൻ ഓഫ് അങ്ങനെ ഐ ഡോണ്ട് തിങ്ക്, ജസ്റ്റ് ജനറൽ ഒപ്പീനിയൻ. ഐ ഡോണ്ട് ഫീൽ ഒഫൻഡഡ്. നിങ്ങൾക്ക് മസിലുള്ളവന്മാര് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നെ കുറിച്ചല്ല. കിട്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ വിചാരിച്ചിരിക്കും കേട്ടോ, കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയി. 10 കിലോ കൂടുതൽ സംസാരിച്ച അടുത്ത ബ്ലോക്കിംഗ് വേണമെങ്കിൽ മാറ്റി പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട വേണ്ട. ഇപ്പൊ എന്നെ ബ്ലോക്ക് ചെയ്താൽ ഞാൻ ആ ഫോൺ എടുത്ത് ഞാൻ തന്നെ അൺബ്ലോക്ക് ചെയ്യും. അല്ല, ഞാൻ പറയുന്നതേ സാധാരണ ഉണ്ണിയുടെ ടാഗ് ലൈൻ എന്താന്ന് പറഞ്ഞാല് പെണ്ണിനെ വിട്ട് മസിലിനെ പ്രണയിച്ചവൻ. ഇതായിരുന്നു ഉണ്ണി മുകുന്ദന്റെ കുറേ കാലത്ത് ഒരു ആര് എപ്പോ ഇങ്ങനൊന്നും ഇല്ല, വെറുതെ അടിച്ചുവിടല്ലേ. ചുമ്മാ പറഞ്ഞുണ്ടാക്കല്ലേ പുള്ളിനെ പറ്റി. അല്ല, എന്നാലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഉണ്ണിയെ കൂടുതലായിട്ട് ഫിറ്റ്നസ് ആണ് ഉണ്ണിയുടെ മനസ്സിൽ, അല്ലെങ്കിൽ വേറെ സ്ത്രീകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ണിയെ എഫക്ട് ചെയ്യുന്നേ ഇല്ല? ഉണ്ണിയുടെ മനസ്സിൽ എന്താണ്? ഉണ്ണിയുടെ മനസ്സിൽ സ്ത്രീ അയ്യോ വേറെ ഇല്ല ഇല്ല വേണ്ട, അതല്ലെങ്കിൽ പിന്നെ. അല്ല, ഞാൻ പറയുന്നത് ഇന്ന് ഈ ഉണ്ണിയുടെ മനസ്സിൽ സ്ത്രീകളുണ്ട് ഇല്ലെന്ന്. സ്ത്രീകളല്ല മനസ്സിൽ, സിനിമ, ഫിറ്റ്നസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രയോറിറ്റിയിൽ. എന്റെ മനസ്സിൽ സ്ത്രീകളുണ്ട്. നിങ്ങൾ അങ്ങനൊന്നും സ്ത്രീകൾ എന്നൊന്നും പറയല്ലേ, സ്ത്രീ എന്ന് പറയൂ. അപ്പൊ പിന്നെ സ്പെസിഫിക് ആയി പോയില്ല. അതാണ് ഏത് സ്ത്രീ, എങ്ങനത്തെ സ്ത്രീ? അല്ല, എനിക്കതൊക്കെ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. പിന്നെ നോർമൽ ആണെന്നുള്ള രീതിയിലല്ലേ. തൽക്കാലം അങ്ങനെ ഒരു സ്ത്രീ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ തോന്നി അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ഒക്കെ എന്താ തോന്നി? അല്ല, റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മൾ കാണുമല്ലോ. മഹിമയോട് ചോദിക്കുന്നത് ഇതൊക്കെ എന്റെ പേഴ്സണൽ കാര്യം എന്നോട് ചോദിക്കും. ഞാനിപ്പോ കൂടെ അല്ല, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറയാലോ. നീ എന്തിനാ പറയാ? നിനക്ക് എന്താ അറിയാം? ഞാൻ പറയാം. അങ്ങനെയല്ല, നിങ്ങൾ എനിക്ക് അറിയില്ല എന്നല്ലേ പറയണ്ടേ? അല്ല, ഉണ്ണിയുടെ മനസ്സിൽ എന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല, അങ്ങനെയല്ല. നിങ്ങൾ ഈ ജയ് ഗണേഷിൽ ഇത്രയും ദിവസം ഒരുമിച്ച് നിൽക്കുമ്പോ നമുക്ക് ഒരാളെ ഒരു ആണിന്റെ കണ്ണ് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. സീരിയസ്ലി അല്ലേ? ഞാൻ കണ്ണ് കണ്ടിട്ട് എന്നാ ഷെയ്ൻ നിഗത്തിന്റെ കാര്യം ആദ്യം ചോദിക്കും. ആദ്യം ഷെയ്ൻ നിഗത്തിന്റെ കാര്യം ചോദിക്കും. ഷെയ്ന്റെ ഇത് ഷെയ്ന്റെ കണ്ണ് കണ്ടപ്പോ, ഷെയ്ൻ നിഗത്തിന്റെ കണ്ണിൽ നോക്കിയപ്പോ, കണ്ണിൽ നോക്കിയപ്പോ എന്താ തോന്നി? കണ്ണിൽ ഞാൻ നോക്കാറില്ല. അതെന്നാ? അല്ല, അങ്ങനെയല്ല. ഷെയ്ൻ ആ സീനിൽ മറ്റേ നോക്കിയിട്ടല്ലോ പറഞ്ഞിട്ടുണ്ടാവാ. അങ്ങനെ എനിക്കൊന്നും കണ്ടില്ല, ഞാനൊന്നും കണ്ടില്ല. കണ്ടില്ല. സിനിമയിൽ അഭിനയിച്ചപ്പോ ഒരു പിന്നെ നിങ്ങളുടെ റൊമാൻറ്റിക് സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ.